നമ്മൾ ഇഞ്ച് മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഓരോ ദിവസമായിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ പത്തനംതിട്ടയിൽ ആറന്മുള നമുക്ക് ചർച്ച ചെയ്യാവുന്ന കരുതിയപ്പോഴാണ് വളരെ പെട്ടെന്ന് ഈ പത്തനംതിട്ട ജില്ലയിലെ മണ്ഡലങ്ങളിലെല്ലാം ഒരു മത്സര സ്വഭാവം കൈവന്നു. CPM അല്ലെങ്കിൽ LDF ഏകപക്ഷീയമായി വിജയിക്കേണ്ട 5 മണ്ഡലങ്ങളിലും മത്സരം കടുത്തു, വളരെ ടൈറ്റായിട്ടുണ്ട്. അതിന് പ്രധാന കാരണമായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോന്നിയിൽ നടത്തിയ ഒരു പ്രസംഗമാണ്. വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് അദ്ദേഹം പുള്ളിയുടെ സ്വന്തം ആൾക്കാരോടാണ് പറഞ്ഞത്, കൂടെ സഖാവിനോട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞത് ആരോടാണെന്നും പറഞ്ഞയാൾക്ക് പരാതിയില്ല എന്നുള്ളതും അല്ല വിഷയം. ജനത്തിനിടയിൽ നീലക്കുറുക്കൻ്റെ ചായം നഷ്ടമായി, നീലക്കുറുക്കൻ നിലാവ് കണ്ടപ്പോൾ കൂവി എന്നുള്ള അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. അത് വോട്ടിങ്ങിനെ വളരെയധികം ബാധിക്കും. പണ്ട് പ്രേമേന്ദ്രന് മറ്റൊരു വാക്ക് ഉപയോഗിച്ച് വിശേഷിച്ചതുപോലെ ഇന്നേ വരെ അത് കിട്ടിയിട്ടില്ല. ഇപ്പം പത്തനംതിട്ടയുടെ സ്ഥിതി അറിയാമല്ലോ. പത്തനംതിട്ട കഴിഞ്ഞ 2 ടേമും ഒരു ഉപതെരഞ്ഞെടുപ്പ് 2016 5 സീറ്റുള്ളതിൽ 4 LDF ആണ് 2016 എടുത്തത്. അടൂർ പ്രകാശ് മാത്രം കോന്നി വിജയിച്ച് അങ്ങനെ 4-1-4. അപ്പോൾ 2019 പാർലമെന്റ് ഇലക്ഷന് ശേഷം ബൈ ഇലക്ഷൻ വന്നപ്പോൾ കോൺഗ്രസിന് മണ്ഡലം കൈവിടുന്നു. അതോടെ 5-0 എന്നുള്ള നിലയിലാണ് അവർ നിൽക്കുന്നത്. 2021 ഈ 5 സീറ്റിലും വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷേ 2 സീറ്റിൽ നിസ്സാര വോട്ടിനാണ് ജയിക്കാൻ സാധിച്ചത്. അത് ഒന്ന് അടൂരും ഒന്ന് റാന്നിയുമായിരുന്നു. റാന്നിയിൽ അത് അങ്ങനെ വരാനുണ്ടായ കാരണം റാന്നി മണ്ഡലം CPMന്റെ മണ്ഡലമായിരുന്നു. ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം തുടർച്ചയായിട്ട് ജയിച്ച മണ്ഡലമാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് മാണി ഇടതുപക്ഷത്തൊക്കെ എന്നപ്പം സാധാരണ കേരള കോൺഗ്രസ് മാണിക്ക് UDF നിൽക്കുമ്പോൾ 1 സീറ്റായിരുന്നു. അന്ന് ഇടതുപക്ഷത്തുള്ള കേരള കോൺഗ്രസ് ആരായാലും അവർക്ക് പത്തനംതിട്ടയിലെ സീറ്റില്ലായിരുന്നു. 3 സീറ്റിൽ LDFും 3 സീറ്റ് CPMും 1 സീറ്റ് CPIയും 1 സീറ്റിൽ ജനതാദൾ മാത്യു ടി തോമസിൻ്റെ ജനതാദളുമാണ് മത്സരിച്ചുകൊണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തെ സാഹചര്യത്തിൽ മാണി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് റാന്നി മണ്ഡലം അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെയാണ് റാന്നി മണ്ഡലത്തിൽ പ്രമോദ് നാരായണൻ, ജോസ് കെ മാണിയുടെ വിശ്വസ്തനായ പ്രമോദ് നാരായണൻ മത്സരിക്കുന്നത്. എതിരെ മത്സരിച്ചത് പിന്നെ റിങ്കു ചെറിയാൻ്റെ മകൻ. അപ്പോൾ അവിടെ ടൈറ്റ് മത്സരം നടന്നു. എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ രാജു അബ്രഹാം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ 1900 സംതിങ് വോട്ടിന് മാത്രമാണ് LDF സ്ഥാനാർത്ഥി പ്രമോദ് നാരായണന് ജയിക്കാൻ സാധിക്കും. കോൺഗ്രസിലെ കാലുവാരൽ കൂടി ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ റിങ്കു അവിടെ MLA ആകേണ്ടതാണ്. അല്ല, ഈ പത്തനംതിട്ട ജില്ല ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. അതെ, ജില്ല രൂപീകരിക്കാൻ പിന്നിൽ പ്രവർത്തിച്ചത്. പക്ഷെ എന്നിട്ട് കോൺഗ്രസിന്റെ അവസ്ഥ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെ ഇദ്ദേഹം ജയിക്കുന്നു, പ്രമോദ് നാരായണൻ ജയിക്കുന്നു. പക്ഷേ പ്രമോദ് നാരായണൻ അവിടെ CPMകാർ കാലുവാരി, അവരുടെ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ്സുകാരനെ അവർ അംഗീകരിക്കില്ല. എന്നിട്ടും കോൺഗ്രസ്സുകാരാണ് കൂടുതൽ വാരി, അതുകൊണ്ട് കോൺഗ്രസ്സുകാർ തോറ്റുപോയി, അവർ ജയിക്കും. അതുപോലെ വേറൊരു മണ്ഡലം എന്ന് പറഞ്ഞാൽ നിസ്സാര വോട്ടിന് ജയിച്ചത് അടൂരായിരുന്നു. അത് സ്ഥാനാർത്ഥിയായിട്ട് MG കണ്ണൻ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ യുവ നേതാവ് വന്നു. സംവരണ സീറ്റാണ്, സിത്തനർ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ബാക്കി 3 വൻ ഭൂരിപക്ഷത്തിലുള്ള ജയമാണ്. 2 CPM വീണ ജോർജ് 20,000-അടുത്ത് 19,000 സംതിങ് വോട്ടിന് ജയിക്കുന്നു. പിന്നെ അദ്ദേഹവും ജനീഷ് കുമാർ ഏതാണ്ട് 7,000-8,000 വോട്ടിനാണ് അവിടെ ജയിക്കുന്നത്. ഇത്തവണയും ഇതിൻ്റെ തുടക്കത്തിൽ 5 മണ്ഡലങ്ങളും LDFന് അനുകൂലമായി. എന്നാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച് നോമിനേഷൻ കൊടുത്ത് പുതിയ സംഭവവികാസങ്ങൾ വന്നോടെ മത്സരം ടൈറ്റായി. ഇപ്പം ആറന്മുള അബിൻ വർക്കി മേൽക്കൈ നേടിയെടുത്തിട്ടുണ്ട്. നിലവിൽ 2 സംഭവങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം കണ്ടില്ല, മന്ത്രിയായിട്ട് നടത്തിയ മുഖാമുഖം പരിപാടി, സംവാദം, പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനമനസ് പരിപാടി. അപ്പോൾ അതും അതിൻ്റെ പിന്നാലെ ഇന്നിപ്പോൾ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അബിൻ വർക്കി കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് വോട്ട് ചോദിച്ചു ചെന്നപ്പോൾ SFIക്കാർ തടഞ്ഞു. അവർക്ക് വോട്ട് ചോദിക്കാൻ ചെല്ലാൻ കുഴപ്പം, വിവരക്കേടല്ലേ? പിന്നല്ലാതെ കലാലയത്തിൽ വോട്ട് ചോദിക്കരുതെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ആറന്മുളയും ടൈറ്റായി. വീണ ജോർജിൻ്റെ ആ കഴിഞ്ഞ ദിവസത്തെ സംവാദത്തോടു കൂടി കോന്നിയിലും ഇതുപോലെ ഏകപക്ഷി ജനീഷ് കുമാർ ജയിക്കുമെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോഴാണ് പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ള സംഭവം വരുന്നത്. അത് മാത്രമല്ല, അടൂർ പ്രകാശ് രംഗത്തിറങ്ങി. അടൂർ പ്രകാശിൻ്റെ ബന്ധു കൂടിയാണ് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിൽ. പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ. അവരുടെ അച്ഛന്മാരെല്ലാം ഒരേ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പം അദ്ദേഹം രംഗത്ത് വന്നു. സതീഷ് കൊച്ചുപറമ്പിലും കളം പിടിച്ചു. മാത്രമല്ല, കോന്നിയിൽ ഈ കഴിഞ്ഞ 2 ടേമിലും എതിർശബ്ദം ഉണ്ടായിരുന്നു. ആദ്യം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മോഹൻരാജിനെതിരെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു.
കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിൽ റോബിൻ പീറ്റർക്കെതിരെയും കോൺഗ്രസിലൊരു വിഭാഗമുണ്ട്. പക്ഷേ ഇത്തവണ DCC പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന സതീഷ് കൊച്ചുപറമ്പിനെതിരെ എതിർശബ്ദമില്ല. കേരള കോൺഗ്രസ് മാണിയുടെ സഹായവും അവിടെ ലഭിക്കുന്നുണ്ടായിട്ട് നമുക്കൊരു വിവരം കിട്ടും. കാരണം ഈ മാണിയുടെ ജില്ലാ പ്രസിഡന്റും സതീഷ് കൊച്ചുപറമ്പിലും ഒക്കെ അടുത്തടുത്ത വീട്ടുകാരാണ്. അവർ ഒന്നിച്ചാണ്, നിരണത്താണ് ഇവരുടെ വീട്, ഇവർ താമസിക്കുന്നത് അവിടെയാണ്. അങ്ങനെ അവിടെ ടൈറ്റായി കോന്നി. തിരുവല്ലയും ടൈറ്റാണ്. തിരുവല്ല സാധാരണ ആര് എന്ന് പറഞ്ഞാലും മാത്യു ടി തോമസ് ജയിക്കുന്നതാണ്. ഇത്തവണ കളം മാറി വർഗീസ് മാമൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ആളാണ്. അപ്പോൾ എന്താണ്, ഈ മാർത്തോമ സമുദായത്തിന് സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലം. അപ്പോൾ അവിടെ മാത്യു ടിക്ക് എപ്പോഴും സഹായം ആണെന്ന് മാത്രമല്ല ഒരു വൈദികന്റെ മകനാണ്. പക്ഷെ ഇത്തവണ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ എതിർ സ്ഥാനാർത്ഥിയും വൈദികന്റെ മകനാണ്. മാർത്തോമ സഭയിൽ വർഗീസ് മാമൻ. മാത്രമല്ല അദ്ദേഹം മാർത്തോമ സഭ ട്രസ്റ്റിയാണ്, ആയിരുന്നു, വലിയ പദവി ആയിരുന്നു. അപ്പം അങ്ങനെയും വന്നു. അതും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയും മത്സരം. അനൂപ് ആന്റണി മത്സരിക്കുന്നുണ്ടല്ലോ ബി ജെ പിക്ക് വലിയ വോട്ടൊന്നുമുള്ള സ്ഥലമല്ല. അനൂപ് ആന്റണിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ട്, അദ്ദേഹം ജയിക്കും, കയറി വന്ന്. വളരെ പരിതാപമാണ്. BJPക്ക് വലിയ വോട്ട് കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ ശരിക്കും വിജയസാധ്യതയിലേക്ക് വർഗീസ് മാമൻ വരുന്നു. അപ്പോൾ ഇതാണ് നിലവിലത്തെ ഈ അവസ്ഥ. അടൂരും ഇപ്പൊ പുതിയ ആളാണല്ലോ. അടൂര് നേരത്തെ ചിറ്റയമായിരുന്നു. ചിറ്റയം നിന്നിരുന്ന ആ മണ്ഡലം അവർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ചിറ്റയം മാറി പ്രജി കണ്ണൻ എന്ന് പറയുന്ന ഒരു യുവ വനിതാ സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നു. എതിരെ ഒരു യുവാവ് തന്നെ വന്നു, CV ശാന്തകുമാർ നല്ല യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആകേണ്ട ആളായിരുന്നു. അന്ന് MG കണ്ണന് വേണ്ടി മാറിക്കൊടുത്താണ് അദ്ദേഹം. അപ്പം വിധിയുടെ നിയോഗം പോലെ MG കണ്ണന്റെ മരണത്തെ തുടർന്ന് ആ സീറ്റ് ഒഴിവ് വന്നപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്ന ആളാണ്. പത്തനംതിട്ട പാർലമെന്റ് അഭിഭാഷകനാണ് ശാന്തകുമാർ. ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം, അടൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇവർക്കാണ് സിദ്ധന സമുദായത്തിന് നല്ല വോട്ടുണ്ട്. ഇത് ആ സമുദായക്കാരൻ. അപ്പം അവിടെ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി നമ്മുടെ KPCC പഴയ സെക്രട്ടറിയാണ്, പന്തളം സുധാകരന്റെ സഹോദരൻ. അദ്ദേഹത്തിന് പറ്റി നോക്കണം. കഴിഞ്ഞ തവണ സീറ്റ് കിട്ടാൻ വന്നപ്പോഴാണ് അദ്ദേഹം NDAയിലേക്ക് ചാടിയിട്ട് അവിടെ NDA സ്ഥാനാർത്ഥി. ഇത്തവണ അവിടെ അദ്ദേഹം കോൺഗ്രസിലായിരുന്നു നിൽക്കുന്നെങ്കിൽ ഇത്തവണ സീറ്റ് അദ്ദേഹത്തിന് കിട്ടുക, അദ്ദേഹത്തിന് ജയിക്കുകയും ചെയ്യാമായിരുന്നു. ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ഭരണത്തിൽ വന്നാൽ ചിലപ്പോൾ ഒരു മന്ത്രിസ്ഥാനം വരെ ലഭിക്കാവുന്നത്. അത് എന്ത് വെച്ചെന്ന് ചോദിച്ചാൽ അതിനെല്ലാം പറഞ്ഞിരുന്നത് ഇയാളാണെന്നുള്ളതാണ്. എന്താണെങ്കിലും നമ്മൾ തീർത്തും ഏകപക്ഷീയമായി പോകുമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളും ടൈറ്റ് മത്സരം. ഇപ്പം നാളെ നമ്മുടെ സർവേ പ്രധാന സർവേ തുടങ്ങുന്നുണ്ട്. അപ്പം ഈ സർവേ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ചിത്രങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട്